ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഏകദേശം അൽബേക്കിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, തൊലിയോട് കൂടെ തന്നെ. അപ്പോൾ ഈ ചിക്കന് ആദ്യം നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മൾ മസാല തേക്കുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇത് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇത് ഏകദേശം വലിയ പീസായിട്ടല്ല, ചെറിയ പീസായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 1 കിലോ ചിക്കന് ഒരു 10 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. വലിയ പീസാവുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവായിട്ട് കിട്ടില്ല. നമ്മൾ വിചാരിക്കണ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് അത് വരില്ല. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ് വേണം. അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാം. ഞാനിവിടെ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴുകി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതെടുത്താണ് കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം ഈ ചിക്കനിൽ. എന്നാലേ നമ്മൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നല്ല പോലെ പിടിക്കുള്ളൂ കൈ വെച്ചിട്ട് ചെയ്താൽ. ഇനി ഇത് ഏകദേശം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടുതൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ടൈമില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിന് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പോളം മൈദമാവ്, കൂടെ തന്നെ ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി കൂടുതൽ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മാവിലേക്ക് മാത്രമുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ മാവിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ്റെ ഓരോരോ പീസുകൾ എടുത്തിട്ട് ഈ കൂട്ടിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. നല്ല പോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാധാരണ വെള്ളത്തിൽ, തണുത്ത വെള്ളമല്ല ചൂടുവെള്ളമല്ല, സാധാ നോർമൽ വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു പൊടിയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 പ്രാവശ്യം നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ പീസസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു മാവൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനിൽ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഓയിൽ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 15 മിനിറ്റിൽ കൂടുതൽ ചിക്കന് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല കൂടുതൽ നേരം ഇത് ഫ്രൈ ചെയ്തെടുത്താൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ചിക്കൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കണം. നമ്മളിങ്ങനെ തൊടുമ്പോൾ നന്നായിട്ട് ആ എല്ലിൽ നിന്നിങ്ങനെ വരണം. നല്ല ക്രിസ്പി ആയിരിക്കണം പുറം ഭാഗം. ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണം. അതാണ് നമ്മുടെ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഏകദേശം നമ്മൾ അൽബേക്കൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്സ് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നല്ല രുചികരമായ
പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.